എല്ലാ കൂട്ടുകാർക്കും മല്ലി സ്റ്റുഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഓഡിയോ സ്പെക്ട്രം വീഡിയോ ആണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടപോലെ അതെങ്ങനെ സിമ്പിളായിട്ട് ആഫ്റ്റർ എഫക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ തുടങ്ങാം. ഒരു ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ സൈസ് 920 1080 ആണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്ന MP3 അനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 30 സെക്കൻഡ് ലെങ്ത് ഉള്ളൊരു കോമ്പോസിഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ കൊടുക്കാം. അപ്പോൾ ഒരു 30 സെക്കൻഡ് ലെങ്ത് ഉള്ളൊരു കോമ്പോസിഷൻ നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ഒരു റെക്കോർഡറിൻ്റെ ഫോട്ടോ ഡ്രാഗ് ചെയ്തിടുന്നു. ഇത് തന്നെ യൂസ് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ സൈസ് നല്ല റെസൊല്യൂഷൻ ഉണ്ടല്ലേ. അപ്പം ഇത് നമ്മുടെ കോമ്പോസിഷനിലേക്ക് കൊണ്ടുവരാൻ ഒന്നിങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എളുപ്പത്തിൽ ഈ ഒരു പിക്ചർ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ഫോം ഫിറ്റ് ടു കോംബോ കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു കോമ്പോസിഷൻ്റെ ഫിറ്റായിട്ട് തന്നെ ആ ഒരു ഇമേജ് വരും. അതിനുശേഷം ഞാൻ ഒരു റിംഗ് ടോണ് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നു. അതിനുശേഷം ഞാൻ ഈ പിക്ചർ കാണാൻ പറ്റും, ഇത് 2 പാർട്ടായിട്ട് ഡിസ്പ്ലേ ഉണ്ടല്ലേ. ഞാൻ ഇവിടെ ആയിട്ടാണ് എൻ്റെ മെയിനും ഇവിടെ ആയിട്ട് ടൈമറും വരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഇത് ഇച്ചിരി സൂം ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ന്യൂ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു, ഡാർക്ക് ബ്ലൂ കളർ. ഓക്കെ, ഞാൻ ഡിസ്പ്ലേ എന്ന് കൊടുക്കാം. ഹിറ്റ് പക്ഷേ ടി പ്രസ് ചെയ്ത് ഒപ്പാസിറ്റി ഷോർട്ട് കട്ടാണ്, ഒപ്പാസിറ്റി എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ ആരോ ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ഫോം ഒപ്പാസിറ്റി അതൊരു 50% ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ബാക്കിലുള്ള ഇമേജ് കാണാൻ പറ്റും. അതിനുശേഷം ഞാൻ ഈ ലെയർ ഡിസ്പ്ലേ ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം പെൻ ടൂള് സെലക്ട് ചെയ്ത് ഇത് മാസ്ക് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഓപ്പോസിറ്റ് പഴയതുപോലെ 100 ആക്കി കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഇപ്പം നമുക്കിവിടെ മാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ഈ ആരോ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഫെദർ ഒരു 5 ആക്കി കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഈ ഡിസ്പ്ലേ ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ലെയർ പോവുക, ലെയർ സ്റ്റൈല്, ഇന്നർ ഗ്ലോ. ഓക്കെ, ഇപ്പം നമുക്കൊരു യെല്ലോ കളറാണ് വരുന്നത് അല്ലേ അതിൻ്റെ 4 സൈഡും. പക്ഷെ അത് ബ്ലാക്ക്, നമുക്കത് ഇച്ചിരി ചേഞ്ച് ചെയ്യണം, ബ്ലാക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ബ്ലെൻഡ് മോഡും നോർമലാക്കി കൊടുക്കാം. ശേഷം ഈ ഒരു സൈസ് നമുക്കിവിടെ കാണാൻ പറ്റും, ഇതും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, അത് നമ്മുടെ യുക്തിക്ക് അനുസരിച്ച്. ഓക്കെ, അപ്പം ആ ഒരു പഴയ ഡിസ്പ്ലേ പോയി നമ്മളിപ്പോൾ പുതിയ ഡിസ്പ്ലേ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻ കേസ് നമ്മൾ ഇച്ചിരി മൂവ് ചെയ്യാൻ ഇത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാസ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടെയും ഇച്ചിരി പ്രശ്നമുണ്ട്, അതും വേണേൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിലാണ് ഞാൻ നമ്മുടെ ഓഡിയോ സ്പെക്ട്രം വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അതിനായിട്ട് പുതിയൊരു സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് ഒരു ഓഡിയോ സ്പെക്ട്രം എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഓഡിയോ സ്പെക്ട്രം എഫക്റ്റ് ആഡ് ചെയ്യുന്നു. നമുക്കിവിടെ കാണാൻ പറ്റും, ഇത് സെൻട്രലായിട്ട് 2 പോയിൻ്റ് കാണാം. അത് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ഒരു ഡിസ്പ്ലേയുടെ താഴെയായിട്ട് ഈ 2 അറ്റവും കൊണ്ടുവെക്കാം. ഓക്കെ, ശേഷം ഈ ഒരു വാല്യൂ കോപ്പി ചെയ്ത് നമ്മൾ ഈ എൻഡ് പോയിൻറ്റും സ്റ്റാർട്ട് പോയിൻറ്റും ഉണ്ടല്ലോ, ഈ ഒരു എൻഡ് പോയിൻറ്റിൻ്റെ വാല്യൂ കോപ്പി ചെയ്ത് സ്റ്റാർട്ട് പോയിൻറ്റിൽ പേസ്റ്റ് ചെയ്താൽ നമുക്ക് ഒരേ ലെവല് കറക്റ്റ് ആവും. ഓക്കെ, ഇതിൻ്റെ കളറ് ഞാൻ വൈറ്റ് ആക്കി കൊടുക്കുന്നു. ഓക്കെ, നമുക്കിപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയാൽ കാണാം, ഇതൊന്ന് റിയാക്റ്റ് ആകുന്നില്ല നമ്മുടെ ഓഡിയോയ്ക്ക് അനുസരിച്ച്. അപ്പം നമ്മളിവിടെ ഈ ഓഡിയോ ലെയർ നമ്മളിപ്പം മുമ്പ് ഡ്രാഗ് ചെയ്തിട്ട ആ റിംഗ് ടൂൺ ആക്കി കൊടുക്കുക. റിംഗ് ടൂണ് ഞാനിപ്പോൾ ഇതിന് പേര് റിംഗ് ടൂൺ ഇട്ടേക്കുന്നതുകൊണ്ടാണ് റിംഗ് ടൂൺ. ഇപ്പം നിങ്ങൾ എന്ത് സോങ് ആണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിവിടെ ആ നമ്മുടെ സോങ്ങിനനുസരിച്ച് ഇത് റിയാക്റ്റ് ആകുന്നുണ്ട് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് സൈഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ സൈഡ് A കൊടുക്കും, നമുക്ക് ഒരു സൈഡിലോട്ട് മാത്രം മതി. പിന്നെ ഇത് നമ്മുടെ ഡിസ്പ്ലേയും കഴിഞ്ഞ് മുകളിൽ പോകുന്നുണ്ട് ചാടി.
ഇപ്പോൾ നമുക്കത് ഹൈറ്റ് ഇച്ചിരി കുറയ്ക്കാം. അതിനായിട്ട് മാക്സിമം ഹൈറ്റ് ഉണ്ട് ഇവിടെ. അതൊന്ന് കുറച്ച് നമ്മുടെ ഡിസ്പ്ലേക്കുള്ളിൽ വരുന്ന രീതിയിൽ കൊടുക്കുക. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ചില പോർഷനൊക്കെ വരുമ്പം വീണ്ടും ചാടി വെളിയിൽ പോകുന്നുണ്ട്. അതനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വീണ്ടും പോയി. ഇത്രയും മതി. ഇതതിൻ്റെ മാക്സിമം. ഓക്കെ, അപ്പം നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കി. ഓക്കെയാണ്, നമുക്കിത് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാനിതിൻ്റെ തിക്നെസ് ഒന്ന് കുറച്ച് കൊടുക്കുന്നു, 2 ആക്കി കൊടുക്കുന്നു. സോഫ്റ്റ്നെസ് 0 ആക്കി കൊടുക്കുന്നു. നമുക്കിവിടെ കാണാൻ പറ്റിയത് നമ്മുടേത് ലൈൻസ് വളരെ തിന്നാണല്ലേ. അപ്പോൾ ആ ഇച്ചിരി കൂടെ തിക്കായിട്ട് വരാനായിട്ട് നമ്മൾ വീണ്ടും ഇതിലേക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്യുന്നു. മിനിമാക്സ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ആഡ് ചെയ്യുന്നു. ഇത് ഞാൻ ഇതിൻ്റെ റേഡിയസ് 1 കൊടുക്കുന്നു. കളറ് ആൽഫ ആൻഡ് കളർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. നമുക്കിവിടെ കാണാൻ പറ്റും തിന്നായിട്ടുള്ള ലൈൻ നമുക്ക് തിക്കായിട്ടുണ്ട് അല്ലേ. ഈ തിക്നെസ് കുറച്ച് കൊടുക്കാം. അല്ല 2 തന്നെ ഇരിക്കട്ടെ. ഓക്കെ, നമ്മളിവിടെ ഒരു സെറ്റിങ്സ് ഒരു ചേഞ്ച് ചെയ്യാം. ഫ്രീക്വൻസി ബാൻഡ് ഇത് നമ്മൾ ഇത്രയും വേണ്ട, നമ്മൾ 30 ആക്കി കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മൾ ഇതിലേക്കൊരു എഫക്റ്റ് ആഡ് ചെയ്യുന്നു. വാല്യൂ ചേഞ്ച് ആക്കി കൊടുക്കുന്നു. 10, ഡയറക്ഷൻ 90, അതിൻ്റെ വിഡ്ത്ത് 10. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഒരു LED ലൈറ്റിൻ്റെ ഒരു എന്താ പറഞ്ഞേ, അതങ്ങനെ ഒരു സംഭവമുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു സ്പെക്ട്രത്തിന്. ഓക്കെ, ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണ്ടേ. അതിനായിട്ട് ഞാനിതിപ്പം ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ഞാൻ ആഡ് ആക്കി കൊടുക്കുന്നു. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 4 കളർ ഗ്രേഡിയൻറ്റ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഇത് കളറെല്ലാം ഒന്ന് ചേഞ്ച് ആക്കുന്നു. ബ്ലൂവും ഗ്രീനും ആക്കുന്നു. ആദ്യത്തെ 2 എണ്ണം ബ്ലൂ, രണ്ടാമത്തെ ഗ്രീൻ. ശേഷം നമുക്കിവിടെ കാണാൻ പറ്റും ഇതിൻ്റെ ഈ 4 പോയിൻ്റ് കണ്ടില്ലേ. ഈ 4 പോയിൻറ്റും കുറച്ച് അടുപ്പിച്ച് നമ്മുടെ സ്പെക്ട്രത്തിൻ്റെ അടുത്തായിട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക. ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. കുറച്ചുകൂടെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ സ്പെക്ട്രം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത്ര സ്പേസ് കിടക്കുമല്ലേ, നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. അതിനുശേഷം ഞാൻ ഇത്രയും എഫക്റ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് 2 എണ്ണം നമുക്ക് വേണ്ട. അതിനുശേഷം ഞാൻ ഈ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത സ്പെക്ട്രത്തിൽ ഈ ഡിസ്പ്ലേ ഓപ്ഷൻസ് എന്നുള്ളത് ഞാൻ അനലോഗ് ഡോട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഈ സൈഡ് എന്നുള്ളത് B ആക്കി കൊടുക്കുന്നു. അതിനുശേഷം ഈ ഒരു ലൈൻ ഞാനിത് ടോപ്പിലായിട്ട് പ്ലേസ് ചെയ്യുന്നു. ഈ 2 വാല്യൂ സെയിം ആയിട്ട് തന്നെ കോപ്പി ചെയ്ത് വെക്കുക. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ അതിനുശേഷം ഇതിൻ്റെ കളറും വേണം, നമുക്ക് വേറെ ഒരു കളർ കൊടുക്കാം.
ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓഡിയോ സ്പെക്ട്രം ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടൈമറാണ് സെറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ടൈമറും ഇതേപോലെ തന്നെ നമ്മളൊരു ന്യൂ സോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഒരു ഗ്രേ കളറ് കൊടുക്കാം. അതിനുശേഷം ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കാം. നമ്മൾ ഒരു ഡിസ്പ്ലേയുടെ അതേ ഷേപ്പിൽ ഒരു മാസ്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒപ്പോസിറ്റി പഴയതുപോലെ 100 ആക്കി കൊടുക്കാം. എഫ് പ്രസ് ചെയ്താൽ അതിൻ്റെ ഫെദറിൻ്റെ ഓപ്ഷൻസ് നമുക്ക് പെട്ടെന്ന് ഷോർട്ട് കട്ടാണ്, പെട്ടെന്ന് കിട്ടും. 5% കൊടുക്കാം. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാസ്ക് ഈ മാസ്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് നമ്മൾ വീണ്ടും ലെയർ ഇന്നർ ഗ്ലോ കൊടുക്കുന്നു. ഇന്നർ ഗ്ലോയുടെ ഓപ്ഷനിൽ പോകുന്നു, ബ്ലാക്ക് ആക്കി കൊടുക്കുന്നു. സ്ക്രീൻ നോർമലാക്കി കൊടുക്കുന്നു. സൈസ് കുറച്ചുകൂടെ ഒന്ന് കൂട്ടി കൊടുക്കുന്നു. ഓക്കെ, കുറച്ചുകൂടെ ഗ്രേ കളർ കുറച്ചുകൂടെ ഡാർക്ക് ആക്കി കൊടുക്കും. ഓക്കെ, ഇനി ഇതിലാണ് നമ്മൾ ടൈമർ സെറ്റ് ചെയ്യുന്നത്. ഞാനിപ്പം ഓക്കെ, ഇതിന് മുകളിലായിട്ട് നമ്മൾ നമ്മുടെ ടെസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഈ ഒരു സ്റ്റൈൽ കിട്ടുന്നത് ഞാൻ ഈ ആർക്കേഡ് എന്ന് പറഞ്ഞ ഫോണ്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതേപോലെ ടൈപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിതൊന്ന് ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കുന്നു. ഇതിൻ്റെ ഈ ടെസ്റ്റിൻ്റെ ബ്ലെൻഡിങ് മോഡ് ഞാൻ ആഡ് കൊടുക്കുന്നു. ആഡോ സ്ക്രീനോ കൊടുക്കാം. ഓക്കെ, ആഡ് കൊടുക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു ടെസ്റ്റിലേക്ക് സ്ലൈഡർ കൺട്രോളർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഈ ഒരു ടെസ്റ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ പോവുക. സോഴ്സ് ടെസ്റ്റ് എന്ന് കാണാം. നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് വാച്ചിൻ്റെ ഐക്കൺ കാണാം. അതിൽ നമ്മൾ ആൾട്ട് പ്രസ് ചെയ്ത് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എക്സ്പ്രഷൻ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടേക്ക് നമ്മൾ ഇതിൻ്റെ ഈ എക്സ്പ്രഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതാണ് സംഭവം. ഓക്കെ, ഇത് കോപ്പി ചെയ്ത് നമ്മൾ ഇവിടേക്ക് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ എക്സ്പ്രഷൻ സ്ലൈഡർ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ നമ്പർ ചേഞ്ച് ആകുന്നുണ്ട്. ഓക്കെ, ഇത് ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവെക്കുക. അതിനുശേഷം ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവരിക. നമ്മൾ 29 സെക്കൻഡ് അല്ലേ നമ്മുടെ ലെങ്ത്ത്, അതൊരു 29 നമ്മൾ കറക്റ്റ് 29 ആക്കി വെച്ചിട്ട് ഒരു കീ ഫ്രെയിം കൂടെ കൊടുക്കുക. അപ്പോൾ നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് നമ്മുടെ ടൈമിനനുസരിച്ച് അത് മൂവ് ആവുന്നുണ്ട്. ടൈം അനുസരിച്ച് നമ്പർ ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ? നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെയാണ്. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടെ ഇച്ചിരി ഗ്ലോ കൊടുക്കാം, ഗ്ലോ എഫക്റ്റ്. അതിനായിട്ട് ഞാൻ ഡീപ്പ് ഗ്ലോ എന്ന് പറഞ്ഞൊരു പ്ലഗിനാണ് യൂസ് ചെയ്യുന്നത്. ഇത് പെയ്ഡാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നോർമൽ ഗ്ലോ ഉപയോഗിക്കാം. ഇത് ഞാൻ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇത് ഫുള്ളായി സെലക്ട് ചെയ്ത് ലെയർ പ്രീ കമ്പോസ് മ്യൂസിക് എന്ന് കൊടുക്കാം. ശേഷം പുതിയൊരു കർവ് ലെയർ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലേക്ക് കർവ് എഫക്റ്റ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് കളർ കറക്ഷൻസ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. നോയ്സ് കൊടുക്കുന്നു. നോയ്സ് അവിടെ പോയി. നോയ്സ് ഹാഷ് കയറി വരും. നോയ്സ് ഷാർപ്പ്
കൊടുക്കുന്നു, ഒരു 20 കൊടുക്കുന്നു, ഒരു 5%. ഓക്കെ, നമുക്കിവിടെ ഇച്ചിരി കൂടെ ഡീറ്റെയിൽ കിട്ടുന്നുണ്ടല്ലേ. അത് ആ പിക്ചറിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് കുറച്ചുകൂടെ ഷാർപ്പാവും. ഓക്കെ, ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു കാണിച്ചു തരാം. ഇത് നമ്മൾ സെപ്പറേറ്റ് ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്ന് സെപ്പറേറ്റ് ഒരു PNG ഫയലാക്കി സേവ് ചെയ്യുന്നു. ഇത് സെപ്പറേറ്റ് ഒരു PNG. ഇതെല്ലാം നമ്മൾ മുമ്പ് കാണിച്ച പോലെ തന്നെ സെപ്പറേറ്റ് ലെയർ, സോളിഡ് ലെയർ എടുത്ത് അതിൽ എഫക്റ്റ് ആഡ് ചെയ്യുന്നതാണ് സംഭവം. സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഇവിടെ മാത്രം ഞാൻ സെപ്പറേറ്റ് 2 ലെയർ ഈ ഒരു റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. ഈ റൊട്ടേഷൻ ഞാൻ എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണിത് റൊട്ടേറ്റ് ആവുന്നത്. ഒരേപോലെ ടൈം × 10 കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്ര ലെങ്തുള്ള ടൈം ലൈൻ ആണെങ്കിലും ഇത് നിർത്താതെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ബാക്കിയെല്ലാം സെയിം മെത്തേഡ്. ഇവിടെ നമ്മൾ ബോഡി സ്പെക്ട്രം, ഇവിടെ ടൈം, വേറെ എല്ലാം സെയിം തന്നെ. ഓക്കെ, പിന്നെ കുറച്ചുകൂടെ കളർ കറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റിഫ്ലക്ഷൻ കിട്ടാനായിട്ട് ഈ ഓഡിയോ സ്പെക്ട്രത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഞാനിവിടെ ബ്ലർ ചെയ്ത് കൊടുത്തേക്കുവാണ്. കണ്ട? ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും.